റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് യൂറോപ്പ്. യുക്രൈന് കരുത്തായി നിൽക്കുന്നത് യൂറോപ്പാണ്. ഇപ്പോഴിതാ യൂറോപ്പിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. യൂറോപ്യൻ സർക്കാരുകൾ റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകളെ തകിടം മറിക്കുന്നുവെന്നാണ് പുടിൻ്റെ ആരോപണം. യൂറോപ്പിന് വ്യക്തമായ മുന്നറിയിപ്പും പുടിൻ നൽകുന്നു. യുദ്ധമാണ് യൂറോപ്പ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് റഷ്യയ്ക്ക് മടിയില്ലെന്നും പുടിൻ പറഞ്ഞു. യുദ്ധത്തിന് റഷ്യ ഏത് നിമിഷവും സജ്ജമാണെന്നും പുടിൻ വ്യക്തമാക്കി. യൂറോപ്യൻ യൂണിയൻ യുദ്ധത്തിൻ്റെ പക്ഷത്താണെന്നും റഷ്യയുമായി യുദ്ധത്തിന് മുതിർന്നാൽ കനത്ത പരാജയം നേരിടേണ്ടി വരുമെന്നും പുടിൻ പറഞ്ഞു. റഷ്യ നിരസിക്കുമെന്ന് ഉറപ്പുള്ള നിബന്ധനകൾ മുന്നോട്ട് വച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ നയതന്ത്ര പ്രക്രിയയെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് പുടിൻ ആരോപിച്ചു. റഷ്യയുമായി സംഘർഷത്തിൽ ഏർപ്പെടാൻ തീരുമാനിച്ചാൽ യൂറോപ്പിൽ ചർച്ച നടത്താൻ പോലും ആരും അവശേഷിക്കാത്ത വിധം വേഗത്തിലെല്ലാം അവസാനിപ്പിക്കുമെന്നാണ് പുടിൻ്റെ മുന്നറിയിപ്പ്. യുഎസിൻ്റെ നേതൃത്വത്തിൽ സമാധാന ചർച്ചകൾ ദ്രുതഗതിയിൽ നടക്കുകയാണ്. സമാധാന കരാറിലെ വ്യവസ്ഥകൾ യുക്രൈൻ അംഗീകരിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. തുടർ ചർച്ചകൾക്കായി യുഎസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് റഷ്യയിലെത്തി പുടിനുമായി ചർച്ച നടത്തുമെന്നും റിപ്പോർട്ടുകൾ വന്നു. അതിനിടയിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ ആരോപണം ഉയർത്തി പുടിൻ രംഗത്ത് വന്നത്. സ്റ്റീവ് വിറ്റ്കോഫുമായും ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമകൻ ജെറാദ് കുഷ്ണറുമായും മോസ്കോയിൽ ചർച്ച നടത്തുന്നതിന് മുമ്പായിരുന്നു പുടിൻ്റെ പ്രതികരണം. 4 വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുകയാണ് യുഎസിൻ്റെ നേതൃത്വത്തിലുള്ള സമാധാന പദ്ധതിയുടെ ലക്ഷ്യം. നേരത്തെ പദ്ധതിയുടെ കരട് യുക്രൈനും യൂറോപ്യൻ യൂണിയനും തള്ളിയിരുന്നു. യുക്രൈൻ്റെ സൈനിക ശേഷി പരിമിതപ്പെടുത്താനും ചില മേഖലകൾ റഷ്യയ്ക്ക് കൈമാറാനും വ്യവസ്ഥ ചെയ്യുന്നതായിരുന്നു കരട് പദ്ധതി. ഇതിന് പിന്നാലെയാണ് പുതുക്കിയ പദ്ധതിയുമായി യുഎസ് സംഘം വീണ്ടും റഷ്യയിലെത്തിയത്. റഷ്യയ്ക്ക് അംഗീകരിക്കാനാവാത്ത ഉപാധികളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും ഇതിലൂടെ യൂറോപ്യൻ യൂണിയനിലുള്ള യുക്രൈൻ്റെ സഖ്യകക്ഷികൾ സമാധാന കരാറിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും ആരോപിച്ച് പുടിൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. അവർക്ക് സമാധാനമല്ല യുദ്ധമാണ് വേണ്ടതെന്നും പുടിൻ ആരോപിച്ചിരുന്നു. അതിനിടെ യുദ്ധത്തിൽ യൂറോപ്പിൻ്റെ പിന്തുണ തേടിയിരിക്കുകയാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഇതിനായി അയർലൻഡ് സന്ദർശിക്കുകയാണ് സെലൻസ്കി. യുദ്ധം അവസാനിപ്പിക്കാനുള്ള യുഎസിൻ്റെ നീക്കം ക്രിയാത്മകമാണെന്നും സെലൻസ്കി പറഞ്ഞു. നല്ലൊരു ഉടമ്പടി രൂപീകരിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നും സെലൻസ്കി വ്യക്തമാക്കി. താൽക്കാലിക യുദ്ധവിരാമത്തിന് പകരം സുസ്ഥിര സമാധാനമാണ് വേണ്ടതെന്നും സെലൻസ്കി പറഞ്ഞു. സെലൻസ്കിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് യുക്രൈൻ സൈന്യത്തിനും ഊർജ്ജ പദ്ധതികൾക്കുമായി 125 മില്യൺ യൂറോയുടെ അധിക ധനസഹായം അയർലൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്.